മാങ്ങാണ്ടിയുടെ പേഴ്സണൽ ഫോൺ പോലീസ് പിടിച്ചെടുത്ത് അത് ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചതോടെ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ആകെ അങ്കലാപ്പിൽ. ഇതുവരെ മാങ്ങാണ്ടിയോട് രാജിവെച്ച് ഇറങ്ങിപ്പോടാ എന്ന് പറയാൻ ഒരു നേതാവിനും ധൈര്യമുണ്ടായിരുന്നില്ല. അതിനെന്തോ ഒരു കാരണം രാഹുലിന്റെ മൊബൈൽ ഫോണിനകത്തുണ്ട് എന്ന് പരക്കെ ആക്ഷേപമുയർന്നിരുന്നു. ആ ആക്ഷേപത്തെ കൂടുതൽ ബലപ്പെടുത്തുന്നതാണ് രാഹുലിന്റെ കൈവശത്ത് നിന്ന് 2 ഫോണുകൾ പിടിച്ചെടുത്ത് പോലീസ് ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചു എന്ന വാർത്ത പുറത്തു വരുമ്പോൾ വല്ലാത്ത തരം ആശങ്ക ഉടലെടുത്തിട്ടുണ്ട്. ചില കേന്ദ്രങ്ങളിൽ നിന്ന് കിട്ടുന്ന വിവരം രാഹുൽ മാങ്ങാണ്ടിയുടെ ബി നിലവറയാണ് ഇപ്പോൾ പോലീസിന്റെ കൈവശം ലഭിച്ചിരിക്കുന്നു എന്നാണ് വിവരം. കോൺഗ്രസ് നേതാക്കന്മാർ തനിക്കെതിരെ ശബ്ദം ഉയർത്താൻ മടിക്കുന്നതിന്റെ പല രഹസ്യങ്ങളും ഈ ഒരൊറ്റ ഫോൺ കാരണമെന്നാണ് കോൺഗ്രസിനകത്തെ തന്നെ അടക്കം പറച്ചിൽ. നേരത്തെ ഈ ഫോൺ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിരുന്നില്ല. മൂന്നാമത്തെ പീഡന പരാതി എത്തിയതിനു ശേഷം അപ്രതീക്ഷിതമായിട്ട് രാത്രി കിടക്കപ്പായിൽ കയറി രാഹുൽ മാങ്ങാണ്ടിയെ പോലീസ് ഇരു ചെവി അറിയാതെ അറസ്റ്റ് ചെയ്യാൻ ചെന്നപ്പോഴാണ് സ്വകാര്യ ഹോട്ടലിലെ AC മുറിയിൽ ആ ഒളിപ്പിച്ചിരുന്ന ഫോൺ കൂടി എടുത്ത് അവൻ അവിടെ കൈകാര്യം ചെയ്തു വന്നത്. കാര്യം അറസ്റ്റ് ഉണ്ടാകുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയില്ലല്ലോ. അങ്ങനെ അറസ്റ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നറിഞ്ഞാൽ അപ്പോഴേ ഈ ഫോൺ പൂഴ്ത്തുമല്ലോ. കോൺഗ്രസ് നേതാക്കന്മാരുടെ എല്ലാം ശബ്ദത്തെ നിയന്ത്രിക്കുന്ന, അല്ലെങ്കിൽ രാഹുൽ മാങ്ങാണ്ടിക്കെതിരെ ഉറച്ച ശബ്ദത്തിൽ നിലപാട് പറയാതിരിക്കാൻ എന്താണ് കാരണമെന്നതിനെ സംബന്ധിച്ച് ഫോറൻസിക് പരിശോധനയിലൂടെ ആ രഹസ്യങ്ങൾ പുറത്തേക്ക് വരാൻ പോവുകയാണ്. ആ രഹസ്യങ്ങൾ എന്തെന്നറിയാൻ കേരളം ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. മാങ്ങാണ്ടിയെക്കുറിച്ച് പുറത്തു വന്ന ഈ വിവരങ്ങൾ ഇങ്ങനെയാണെങ്കിൽ മറ്റ് കാര്യങ്ങൾ എന്തൊക്കെയെന്നതിനെ സംബന്ധിച്ച് പല ഊഹാപോഹങ്ങളും പ്രചരിക്കുന്നുണ്ട്. പഞ്ചനക്ഷത്ര ഹോട്ടലിലെ നീന്തി തുടിപ്പുകൾ കോൺഗ്രസ് നേതാക്കന്മാർ നടത്തിയതിനെ ഒളിക്യാമറയിൽ പകർത്തി സൂക്ഷിക്കുന്നുണ്ടോ എന്നതിനെ സംബന്ധിച്ചാണ് വ്യാപകമായിട്ടുള്ള ഊഹാപോഹങ്ങൾ. അത്തരത്തിൽ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ലീഡർമാരെല്ലാം കുരുങ്ങിയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇവരിൽ നിന്ന് അകലം പാലിക്കുന്നുണ്ടെങ്കിലും ഇവരെ തള്ളിപ്പറയാതെയും അവരെ വേദനിപ്പിക്കാതെയും താൻ നിലപാടുകൾ ശക്തമാക്കി എന്ന് മാധ്യമങ്ങളെ കൊണ്ട് എഴുതിക്കൂട്ടുന്ന സതീശനും ഒപ്പം തന്നെ KC വേണുഗോപാലും എല്ലാം AI ആണെന്ന് രാഹുലിനെ ന്യായീകരിക്കുന്ന അടൂർ പ്രകാശ് ഉൾപ്പെടെയുള്ളവർ ആ ന്യായീകരിച്ചത് എന്തുകൊണ്ടാണെന്നും ന്യായീകരിക്കാൻ തക്ക റീസൺ എന്താണെന്നും ഇനി നാട്ടുകാർ അറിയാൻ പോവുകയാണ്. എന്തായാലും ഏതാനും ദിവസങ്ങൾക്കകം ആ ഫോണിലെ ബി നിലവറയിലെ പല പഞ്ചനക്ഷത്ര അണിയറ രഹസ്യങ്ങളും പുറത്തേക്ക് വരാൻ പോവുകയാണ്.